CPMന്റെ പൊന്നാപുരം കോട്ടകൾ തകർത്തുകൊണ്ട് UDFന്റെ വൻ മുന്നേറ്റം. CPMന്റെ തിരുവനന്തപുരത്തെ ഉറച്ച കോട്ട തകർത്ത് തരിപ്പണമാക്കി BJPയുടെ മുന്നേറ്റം. ചുരുക്കത്തിൽ CPM നേതാക്കൾക്ക് ഒന്നും പറയാനാവാത്ത അവസ്ഥ. അമിതമായ ആത്മവിശ്വാസം CPM ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയതും സർക്കാർ ജീവനക്കാർക്ക് DA കൂട്ടിയതും ഒക്കെയായി ഒരുപാട് പരിഷ്കാര നടപടികൾ, ഒരുപാട് വികസന നടപടികൾ, സാമ്പത്തിക വികസന നടപടികൾ പിണറായി വിജയൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായി മാറിയില്ല. UDF തൂക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തെ. UDF തൂക്കിയിരിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. BJPക്കും അഭിമാനിക്കാം. കാരണം തിരുവനന്തപുരം എന്ന CPMന്റെ ഉറച്ച കോട്ട BJP പിടിച്ചെടുത്തിരിക്കുന്നു. CPMന്റെ ഉറച്ച കോട്ട BJP പിടിച്ചെടുത്തതിലൂടെ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു മേയർ ഉണ്ടാകുന്നു. BJPയുടെ പടയോട്ടത്തിൽ തിരുവനന്തപുരത്തെ CPMന്റെ കോട്ടകൊത്തളങ്ങൾ, പൊന്നാപുരം കോട്ടകൾ തകർന്ന് തരിപ്പണമായി മാറി. വളരെ ഉജ്ജ്വലമായ വിജയം തന്നെയാണ് BJP നേടിയത്. ആ വിജയത്തിൽ അവർക്ക് അഭിമാനിക്കുകയും ചെയ്യാം. മറുഭാഗത്ത് CPM ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. കാരണം തങ്ങളുടെ തെറ്റുകൾ, തങ്ങൾക്കുണ്ടായ വീഴ്ചകൾ ഒക്കെ പഠിച്ച് CPMന് മുന്നോട്ട് പോകേണ്ടി വരും. ഇനി മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനലായാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ വിദഗ്ധർ കണ്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം വലുതായി പ്രതിഫലിക്കാറില്ലെങ്കിലും ഇവിടെ രാഷ്ട്രീയം പ്രതിഫലിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മേയർ ആര്യ രാജേന്ദ്രൻ്റെ അപക്വമായ പെരുമാറ്റങ്ങളും പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഒക്കെ ശക്തമായി തന്നെ പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതൊക്കെ ശക്തമായി തന്നെ പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. പിണറായി വിജയൻ ഇനി ആത്മവിശ്വാസം നേടേണ്ടതുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. വിവാദങ്ങൾ കെട്ടടങ്ങാതെ നിൽക്കുന്നു CPMനുള്ളിൽ. ഇന്നലെ CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ മുതിർന്ന നേതാവായ കരമന ഹരിയും CPM ജില്ലാ സെക്രട്ടറി V ജോയിയും തമ്മിലുണ്ടായ തർക്കമൊക്കെ അവരുടെ തോൽവിയെ കുറിച്ചുള്ള ഒരു തർക്കമായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് അവസാനത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ BJP ജയിക്കും എന്നൊരു സൂചന വന്നിരുന്നു. പക്ഷേ 45 സീറ്റ് തങ്ങൾക്ക് ഉറപ്പാണെന്ന് കരുതിയിരുന്നു CPMന്റെ ഇന്റലിജൻസ് വിങ്. അങ്ങനെയാണ് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ 45 സീറ്റ് പോയിട്ട് അതിൻ്റെ പകുതിയോളം നേടാനേ CPMന് സാധിച്ചുള്ളൂ, LDFന് സാധിച്ചുള്ളൂ. അത്ര ഗതികേടായിപ്പോയി LDFന്റെ സ്ഥിതി. എന്തായാലും ഇനിയിപ്പോൾ ആത്മപരിശോധനയുടെ നാളുകൾ. കോൺഗ്രസിനാകട്ടെ പൊയ്പോയ ജീവൻ അല്ലെങ്കിൽ പൊയ്പോയ ഊർജം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അവർ ശക്തമായി തന്നെ മത്സര രംഗത്ത് നിൽക്കുന്നു. അവർ ശക്തമായി തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങും എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ സെമിഫൈനൽ, യഥാർത്ഥ ഇലക്ഷന് മുമ്പുള്ള സെമിഫൈനൽ തൂക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അവർക്ക് അതിൽ അഭിമാനിക്കാം. മറുഭാഗത്ത് CPM ഇനി ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ. മൂന്നാം പിണറായി സർക്കാർ എന്നത് ഒരു സ്വപ്നമായി അവശേഷിക്കും, നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ CPMന്.